ഓർഗാനിക് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോണത് നമ്മളെ ചീര ഒക്കെ മുറിച്ചെടുക്കാനായിട്ടുണ്ട്. എല്ലാം ചെറുതൊക്കെ ചെറിയതായിട്ട് കതിര് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എടുക്കാൻ നേരം വൈകിട്ടുണ്ട്. അപ്പം നമുക്കതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം, കംപ്ലീറ്റ് മുറിച്ചെടുക്കാം. പക്ഷേ നമുക്ക് മുറിക്കാം. അടുത്ത തവണ ഇത് പൊടിച്ച് വരുന്നതിൻ്റെ ആ പാകത്തിനാണ് മുറിച്ചെടുക്കാം. നമ്മളെ വീട്ടിലിങ്ങനെ ചീര ഉണ്ടാക്കിയാൽ നമ്മളുടെ ആവശ്യത്തിനുള്ള ചീര നമുക്ക് കൊടുന്ന് കിട്ടും. ഒരു വീട്ടിലേക്ക് ആവശ്യത്തിന് ഒരു 4 മുരട് ചീര മതി നമുക്ക് കറി വയ്ക്കാൻ. അതിനുള്ള ചീര ഉണ്ട്. ഈ ഗ്രോ കവറിൽ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഒരു രണ്ട് തവണ ഒക്കെ ഇത് നമുക്ക് വിളവ് തരും. അത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വേറെ നടാം. പറമ്പിൽ അല്ലെങ്കിൽ കൃഷി സ്ഥലത്തൊക്കെ നടുമ്പോൾ പിന്നെ ഒന്നാകെ പറിച്ചെടുക്കണം. ഇത് അതുമാതിരിയല്ല. നമ്മളിങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു തവണ കൂടി നമുക്കത് നല്ലൊരു വിളവ് തരും. ചീരയൊക്കെ എന്നും ചീര കഴിക്കുന്നത് വളരെ നല്ലതാണ്. കണ്ണിന് വൈറ്റമിൻ എ ഒക്കെ കിട്ടാൻ നല്ലതാണ്. ദിവസം നമുക്ക് കുറച്ച് ചീര കറി കൂട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് അതിൻ്റെ തന്നെ വെളുത്ത ചീരയുണ്ട്. ചീരയുടെ മുകളിൽ കൂടെയൊക്കെ കുമ്പള വള്ളി പോയിട്ടുണ്ട്. ഒരു 2-3 കവറിലുണ്ടായുള്ള ചീര മതി നമുക്ക് ഒരു നേരം കറി വയ്ക്കാൻ. ഒക്കെ ഒരേ സമയത്ത് അരിഞ്ഞെടുത്താൽ പിന്നെ അടുത്ത ഇപ്പം എല്ലാതും ഒരേ സമയത്ത് വരും. ഇതിൻ്റെ ബാക്കി ഇവിടെയുണ്ട്. ഇതൊരു ചീര മതി നമുക്ക് ഒരു ദിവസം കറി വയ്ക്കാം. ഈ ഒരു ചീര മതി. എല്ലാ ചീരയും മുറിച്ചെടുക്കാനായിട്ട് എല്ലാം മുറിച്ചെടുക്കും. അത്യാവശ്യം ചീര കിട്ടിയിട്ടുണ്ട് നമുക്ക്. 1, 2, 3 ദിവസമൊക്കെ വയ്ക്കാനുള്ള ചീരയുണ്ട്. ഇത് വെളുത്ത ചീരയുണ്ട്, പച്ച ചീരയുണ്ട്, ചുവന്ന ചീരയുണ്ട്. എല്ലാം ഒരേ സമയത്ത് നട്ടുകൊണ്ട് ഒരേ സമയത്ത് അരിഞ്ഞെടുക്കാനായി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.